ആപ്പിളിന്റെ മിടുക്കനായ ഫൗണ്ടർ സ്റ്റീവ് ജോബ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അദ്ദേഹം 50 വർഷത്തെ ജീവിതത്തിനിടയിൽ പഠിച്ച കാര്യങ്ങൾ വെറും 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമോ? തീർച്ചയായും. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പഠനങ്ങൾ 15 മിനിറ്റിനുള്ളിൽ 3 കഥകളിലൂടെ പറഞ്ഞു. ആ പ്രസംഗം വളരെ ലളിതമായ ഭാഷയിൽ ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിനാൽ അന്യഭാഷയുടെ തടസ്സം കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച ഈ പ്രസംഗം കേൾക്കാൻ കഴിയാത്തവരായി ഇനി ആരും ഉണ്ടാകില്ല. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ മനസ്സിനെ എല്ലാ ആശങ്കകളിൽ നിന്നും ബാഹ്യ ചിന്തകളിൽ നിന്നും മോചിപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റമുണ്ടാകും. നമുക്ക് ആരംഭിക്കാം. നന്ദി. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഒന്നിന്റെ ബിരുദദാന ചടങ്ങാണ്. നിങ്ങളോടൊപ്പമുള്ളതിൽ ബഹുമാനമുണ്ട്. ഞാൻ നിങ്ങളോട് സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കോളേജിൽ നിന്നും പാസ്സായിട്ടില്ലാത്ത ഞാൻ ഇന്നാണ് ആദ്യമായി ഒരു കോളേജ് ബിരുദദാന ചടങ്ങിന് വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ജീവിതത്തിലെ 3 കഥകളും പറയാം. ആദ്യത്തെ കഥ, റീഡ് കോളേജിൽ അഡ്മിഷൻ എടുത്ത് 6 മാസത്തിനുള്ളിൽ ഞാൻ പഠനം ഉപേക്ഷിച്ചു. പക്ഷേ പിന്നീട് 18 മാസത്തേക്ക് ഞാൻ എങ്ങനെയോ അവിടെ വന്നുകൊണ്ടിരുന്നു. പിന്നെ എന്തിനാണ് ഞാൻ കോളേജ് വിട്ടത് എന്നതാണ് ഇവിടുത്തെ ചോദ്യം. എന്നെ പ്രസവിച്ച അമ്മ അവിവാഹിതയായ ഒരു ചെറുപ്പക്കാരിയാണ്. ഞാനൊരു ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. എന്നെ ആരെങ്കിലും ദത്തെടുക്കാൻ അമ്മ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതേസമയം എന്നെ ദത്തെടുക്കുന്നവൻ ഒരു കോളേജ് ബിരുദധാരി ആയിരിക്കണമെന്നും അമ്മ ആഗ്രഹിച്ചു. അങ്ങനെയെല്ലാം നേരത്തെ നിശ്ചയിച്ചിരുന്നു. അതിനാൽ ഒരു അഭിഭാഷകനും ഭാര്യയും എന്നെ ജനന സമയത്ത് ദത്തെടുക്കാൻ തയ്യാറായി. ഞാൻ പുറത്തു വന്ന അവസാന നിമിഷം അവർ തീരുമാനം മാറ്റി. അവർക്ക് ശരിക്കും ഒരു പെൺകുട്ടി വേണമെന്ന്. അതിനാൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരെ അർദ്ധരാത്രിയിൽ വിളിച്ച് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഒരു ആൺകുഞ്ഞുണ്ട്, നിങ്ങൾക്കവനെ വേണോ എന്ന് ചോദിച്ചു. തീർച്ചയായും എന്നായിരുന്നു മറുപടി. എന്നാൽ എൻ്റെ അമ്മ ഒരിക്കലും കോളേജിൽ നിന്ന് ബിരുദം നേടിയിട്ടില്ലെന്നും എൻ്റെ അച്ഛൻ ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടിയിട്ടില്ലെന്നും എൻ്റെ ബയോളജിക്കൽ മദർ പിന്നീട് കണ്ടെത്തി. അതിനാൽ അന്തിമ ദത്തെടുക്കൽ പേപ്പറിൽ ഒപ്പിടാൻ അമ്മ വിസമ്മതിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം എന്നെ കോളേജിൽ അയക്കുമെന്ന് എൻ്റെ മാതാപിതാക്കൾ വാഗ്ദാനം ചെയ്തപ്പോഴാണ് അമ്മ വഴങ്ങിയത്. ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ തുടക്കം. 17 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോളേജിൽ പോയി. എന്നാൽ ഞാൻ സ്റ്റാൻഫോർഡിനോളം ചെലവേറിയ ഒരു കോളേജാണ് തിരഞ്ഞെടുത്തത്. എൻ്റെ ജോലിക്കാരായ രക്ഷിതാക്കളുടെ സമ്പാദ്യമെല്ലാം എൻ്റെ കോളേജ് ട്യൂഷനിൽ ചിലവഴിച്ചു. 6 മാസം കഴിഞ്ഞിട്ടും ഈ പഠനത്തിന് ഒരു പ്രാധാന്യവും ഞാൻ കണ്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. കോളേജ് അത് മനസ്സിലാക്കാൻ എന്നെ എങ്ങനെ സഹായിക്കും എന്നറിയില്ല. എൻ്റെ മാതാപിതാക്കൾ അവരുടെ ജീവിതം മുഴുവൻ സംരക്ഷിച്ച പണമെല്ലാം ഞാൻ ഇവിടെ ചെലവഴിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചത്. എന്ത് സംഭവിച്ചാലും നല്ലതെന്ന് കരുതി. ആ സമയത്ത് ഇത് വളരെ ഭയാനകമായിരുന്നു. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എടുത്ത ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അത്. ഞാൻ ഇറങ്ങിപ്പോയ നിമിഷം മുതൽ എനിക്ക് താല്പര്യമില്ലാത്ത ക്ലാസ്സുകൾ എടുക്കുന്നത് നിർത്താനും താല്പര്യമുണർത്തുന്നവയിൽ പ്രവേശിക്കാനും എനിക്ക് സാധിച്ചു. താമസിക്കാൻ ഇടമില്ലാത്തതിനാൽ ഇതെല്ലാം ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നു. അതിനാൽ ഞാൻ സുഹൃത്തുക്കളുടെ മുറികളിൽ തറയിൽ കിടന്നുറങ്ങി. കോക്ക് കുപ്പികൾ തിരികെ നൽകുന്ന പണം കൊണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു. എല്ലാ ഞായറാഴ്ചയും നഗരത്തിന് കുറുകെ 7 മൈൽ നടന്ന് ഒരു സാധനം വാങ്ങും. ഹരേ കൃഷ്ണ ക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഭക്ഷണം. എനിക്കത് ഇഷ്ടമായി. എൻ്റെ ജിജ്ഞാസയെയും അവബോധത്തെയും പിന്തുടർന്ന് ഞാൻ ഇടറിപ്പോയ പലതും പിന്നീട് അമൂല്യമായി മാറി. വ്യത്യസ്ത അക്ഷരങ്ങൾക്കിടയിൽ സ്പേസ് ഇടുന്നത് എങ്ങനെയെന്ന് ഞാൻ പഠിച്ചു. നല്ല ടൈപ്പോഗ്രഫിയെ മികച്ചതാക്കുന്നത് എന്താണെന്ന് ഞാൻ പഠിച്ചു. അതെല്ലാം വളരെ മനോഹരവും ചരിത്രപരവും ശാസ്ത്രത്തിന് പിടിച്ചെടുക്കാൻ പറ്റാത്ത വിധം എല്ലാം കലാപരവുമായിരുന്നു. ആ സമയത്ത് എനിക്കത് വളരെ ആകർഷകമായി തോന്നി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ 10 വർഷത്തിന് ശേഷം ഞങ്ങൾ ആദ്യമായി മാക്കിൻടോഷ് കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്യുമ്പോൾ അതെല്ലാം എന്നിലേക്ക് തിരിച്ചെത്തി. ഞങ്ങളതെല്ലാം മാക്കിൽ രൂപകൽപ്പന ചെയ്തു. മനോഹരമായ ടൈപ്പോഗ്രാഫിയുള്ള ആദ്യത്തെ കമ്പ്യൂട്ടറായിരുന്നു അത്. ഞാൻ കാലിഗ്രാഫിയിൽ പ്രവേശിച്ചിരുന്നില്ലെങ്കിൽ മാക്കിന് ഒരിക്കലും ഒന്നിലധികം ടൈപ്പ് ഫേസുകളോ ആനുപാതികമായ അകലത്തിലുള്ള ഫോണ്ടുകളോ ഉണ്ടാകുമായിരുന്നില്ല. വിൻഡോസ് മാക് പകർത്തിയതിനാൽ ലോകത്തിലെ മറ്റൊരു പേഴ്സണൽ കമ്പ്യൂട്ടറിനും ഇവ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ ഒരിക്കലും അത് ഉപേക്ഷിച്ചിരുന്നില്ലെങ്കിൽ ഈ കാലിഗ്രാഫി ക്ലാസ്സിൽ ഞാൻ ഒരിക്കലും ഇടം പിടിക്കില്ലായിരുന്നു. കൂടാതെ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്ക് അവ ചെയ്യുന്ന തരത്തിലുള്ള അതിശയകരമായ ടൈപ്പോഗ്രഫി ഉണ്ടായിരിക്കില്ലായിരുന്നു. തീർച്ചയായും ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് ഈ ഡോട്ടുകൾ ബന്ധിപ്പിക്കുന്നത് അസാധ്യമായിരുന്നു. പക്ഷേ 10 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കെല്ലാം വ്യക്തമായി തോന്നുന്നു.
തിരിഞ്ഞു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഡോട്ടുകൾ ബന്ധിപ്പിക്കാൻ കഴിയൂ. അതിനാൽ ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ ഭാവിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ ഹൃദയം, വിധി, ജീവിതം, കർമ്മം, എന്തിനും. കാരണം ഭാവിയിൽ ഡോട്ടുകൾ ബന്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾ തികച്ചും വ്യത്യസ്തമായ പാതയിലൂടെ നടക്കുമ്പോഴും നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരാനുള്ള ആത്മവിശ്വാസം നൽകും. ഇതാണ് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത്. എൻ്റെ ആദ്യ കഥയിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം, സംഭവിക്കുന്നതെല്ലാം നല്ലതിനു വേണ്ടിയാണ്. നിങ്ങളിപ്പോൾ ചെയ്യുന്നതെന്തും തീർച്ചയായും ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ചെയ്യും. എൻ്റെ രണ്ടാമത്തെ കഥ പ്രണയത്തെയും നഷ്ടത്തെയും കുറിച്ചുള്ളതാണ്. ജീവിതത്തിന്റെ തുടക്കത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടത് കണ്ടെത്തിയതിൽ ഞാൻ വളരെ ഭാഗ്യവാനായിരുന്നു. എനിക്ക് 20 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഗ്യാരേജിൽ ആപ്പിൾ ആരംഭിച്ചു. ഞങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്തു. 10 വർഷം കൊണ്ട് കമ്പനി 2 ആളുകളിൽ നിന്ന് 4000-ലധികം ജീവനക്കാരുള്ള $2 ബില്യൺ കമ്പനിയായി വളർന്നു. ഞങ്ങളുടെ ഏറ്റവും മികച്ച സൃഷ്ടിയായ മാക്കിൻടോഷ് ഞങ്ങൾ 1 വർഷം മുമ്പ് പുറത്തിറക്കിയിരുന്നു. എനിക്ക് 30 വയസ്സ് തികഞ്ഞിരുന്നു. തുടർന്ന് കമ്പനി എന്നെ പുറത്താക്കി. നിങ്ങൾ ആരംഭിച്ച ഒരു കമ്പനിയിൽ നിന്ന് നിങ്ങളെ എങ്ങനെ പുറത്താക്കി എന്ന് ആളുകൾ അത്ഭുതപ്പെടുന്നുണ്ടാകും. കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നോടൊപ്പം പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതിയ ഒരു ബുദ്ധിമാനെ ഞങ്ങൾ നിയമിച്ചു. ആദ്യ വർഷം എല്ലാം നന്നായി നടന്നിരുന്നു. എന്നാൽ പിന്നീട് കമ്പനിയുടെ ഭാവി കാഴ്ചപ്പാടിനെ ചൊല്ലി ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. വിഷയം ഡയറക്ടർ ബോർഡിലെത്തി. അവർ അവളെ പിന്തുണച്ചു. അങ്ങനെ 30 വയസ്സുള്ളപ്പോൾ എന്നെ എൻ്റെ സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കി. എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഇതോടെ ഇല്ലാതായി. അതെന്നെ പൂർണ്ണമായും നശിപ്പിച്ചു. കുറച്ചു മാസങ്ങൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. മുൻ തലമുറയിലെ സംരംഭകരെ ഞാൻ നിരാശപ്പെടുത്തിയതായി എനിക്ക് തോന്നി. ഞാനൊരു പൊതു പരാജയമായിരുന്നു. താഴ്വരയിൽ നിന്ന് ഓടിപ്പോകുന്നതിനെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചു. പക്ഷെ എന്തോ പതുക്കെ മനസ്സിൽ തെളിഞ്ഞു തുടങ്ങി. പക്ഷേ ഞാൻ ഇപ്പോഴും ചെയ്യുന്ന ജോലിയിൽ ആവേശഭരിതനാണെന്ന് ക്രമേണ ഞാൻ മനസ്സിലാക്കി. ആപ്പിളിലെ സംഭവങ്ങളുടെ വഴിത്തിരിവ് അതിനൊരു മാറ്റവും വരുത്തിയില്ല. ഞാൻ നിരസിക്കപ്പെട്ടു. എന്നിട്ടും ഞാൻ എൻ്റെ ജോലിയെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും തുടങ്ങിയത്. ആ സമയത്ത് എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോഴെനിക്ക് തോന്നുന്നു, ആപ്പിളിൽ നിന്ന് പുറത്താക്കിയതിനേക്കാൾ മികച്ചതൊന്നും എനിക്ക് സംഭവിക്കില്ലായിരുന്നു. ഒരു തുടക്കക്കാരൻ എന്ന ഭാരം ഇപ്പോൾ ഒരു തുടക്കക്കാരനെന്ന ലാഘവത്തിലേക്ക് രൂപാന്തരപ്പെട്ടു. ഈ സ്വാതന്ത്ര്യം കാരണം ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ക്രിയാത്മകമായ കാലഘട്ടത്തിലേക്ക് പോയി. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഞാൻ നെക്സ്റ്റ് എന്ന കമ്പനി സ്ഥാപിച്ചു. മറ്റൊരു കമ്പനിയായ പിക്സാർ തുടങ്ങി. ഈ സമയത്ത് ഞാൻ വളരെ സുന്ദരിയായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടി. അവൾ പിന്നീട് എൻ്റെ ഭാര്യയായി. പിക്സാർ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ആനിമേഷൻ സിനിമ ടോയ് സ്റ്റോറി സൃഷ്ടിച്ചു. ഇന്നിത് ലോകത്തിലെ ഏറ്റവും വിജയകരമായ ആനിമേഷൻ സ്റ്റുഡിയോയാണ്. എന്നെ ആപ്പിളിൽ നിന്ന് പുറത്താക്കിയിരുന്നില്ലെങ്കിൽ ഇതൊന്നും എനിക്ക് സംഭവിക്കില്ലായിരുന്നു. വിഴുങ്ങാൻ കയ്പുള്ള ഒരു ഗുളികയായിരുന്നു അത്. പക്ഷേ ഒരു രോഗിക്കത് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. ചിലപ്പോൾ ജീവിതം നിങ്ങളെ അങ്ങനെ ബാധിക്കും. എന്നാൽ വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. ശാശ്വതമായി സംതൃപ്തരാകാനുള്ള ഏക മാർഗം മഹത്തായ കാര്യമെന്ന് നിങ്ങൾ കരുതുന്നത് ചെയ്യുക എന്നതാണ്. ഒരു മഹത്തായ കാര്യം ചെയ്യാനുള്ള ഒരേയൊരു മാർഗം നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ചെയ്യുക എന്നതാണ്. നിങ്ങൾക്കിപ്പോഴും ആ ജോലി ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ തിരയുന്നത് വരെ അത് നിർത്തരുത്. ഹൃദയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എന്നെപ്പോലെ ആയിരിക്കുക. നിങ്ങളത് കണ്ടെത്തുമ്പോൾ നിങ്ങൾക്കറിയാം, ഏതൊരു നല്ല ബന്ധവും പോലെ അത് കാലത്തിനനുസരിച്ച് വളരും, അത് മെച്ചപ്പെടും. അതിനാൽ അത് തിരയുന്നത് തുടരുക. മരണത്തെക്കുറിച്ചുള്ള എൻ്റെ 3ാമത്തെ കഥ. എനിക്ക് 17 വയസ്സുള്ളപ്പോൾ മരണത്തെക്കുറിച്ചുള്ള ഉദ്ധരണി ഞാൻ വായിച്ചു. നിങ്ങൾ എല്ലാ ദിവസവും ജീവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ശരിയാണെന്ന് തെളിയിക്കപ്പെടും. അതെൻ്റെ മനസ്സിൽ വലിയ മതിപ്പ് സൃഷ്ടിച്ചു. അതിനുശേഷം കഴിഞ്ഞ 33 വർഷമായി ഞാൻ എല്ലാ ദിവസവും രാവിലെ ഉറക്കമുണർന്ന് കണ്ണാടിയിൽ നോക്കി സ്വയം ഒരു ചോദ്യം ചോദിക്കും. ഇന്നെൻ്റെ ജീവിതത്തിലെ അവസാന ദിവസമാണെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ചെയ്യുമോ? അതിന് ഫലമില്ലെങ്കിൽ ഈ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ എന്തെങ്കിലും മരിക്കുമെന്നോർത്ത് എന്തും നഷ്ടപ്പെടുമോ എന്ന ഭയത്തെ മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണത്. നിങ്ങൾ ഇതിനകം നഗ്നനായിരിക്കുന്ന രീതി. 1 വർഷം മുമ്പാണ് എനിക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. രാവിലെ 7:30 ഞാൻ സ്കാൻ ചെയ്തു. എൻ്റെ പാൻക്രിയാസിൽ ട്യൂമർ ഉണ്ടെന്ന് വ്യക്തമായി കാണാമായിരുന്നു. സത്യം പറഞ്ഞാൽ പാൻക്രിയാസ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ഭേദമാകാനാകാത്ത ക്യാൻസർ ആണെന്നും എനിക്ക് 3 മുതൽ 6 മാസം വരെ മാത്രമേ ജീവിക്കാനാകൂവെന്നും ഡോക്ടർ ഉറപ്പിച്ചു പറഞ്ഞു. വീട്ടിൽ പോയി എല്ലാം ശരിയാക്കാൻ ഡോക്ടർ ഉപദേശിച്ചു. അതായത് നിങ്ങൾ മരിക്കാൻ തയ്യാറെടുക്കണം എന്നാണ് ഡോക്ടറുടെ ഭാഷയിൽ അർത്ഥമാക്കുന്നത്. അതിനർത്ഥം അടുത്ത 10 വർഷത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ശേഷിക്കുന്ന ദിവസങ്ങളിൽ ചെയ്യുക. കാരണം നിങ്ങളുടെ അവസാന സമയം വന്നിരിക്കുന്നു.
ഈ രോഗനിർണയവുമായി പൊരുത്തപ്പെടാൻ ദിവസം മുഴുവൻ ഞാൻ ചിലവഴിച്ചു. വൈകുന്നേരം ഞാനൊരു ബയോപ്സി നടത്തി. അവിടെ എൻ്റെ തൊണ്ടയിലൂടെയും വയറിലൂടെയും എൻഡോസ്കോപ്പ് തിരുകുകയും ഒരു സൂചി ഉപയോഗിച്ച് കുറച്ച് ട്യൂമർ കോശങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഞാൻ പൂർണ്ണമായും അബോധാവസ്ഥയിലായിരുന്നു. പക്ഷേ ഡോക്ടർ മൈക്രോസ്കോപ്പിലൂടെ എൻ്റെ കോശങ്ങളിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ ഭാര്യയും അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കരഞ്ഞു. കാരണം കോശങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വളരെ അപൂർവമായ ക്യാൻസർ ആണെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. ശസ്ത്രക്രിയ വഴി അത് സുഖപ്പെടുത്താനാകും. അതിനാൽ എനിക്ക് ശസ്ത്രക്രിയ നടത്തി. ഭാഗ്യവശാൽ ഞാനിപ്പോൾ സുഖമായിരിക്കുന്നു. ഞാൻ മരണത്തോട് ഇത്ര അടുത്ത് ഇതുവരെ എത്തിയിട്ടില്ല. ഇതെല്ലാം കണ്ടതിന് ശേഷം എനിക്ക് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, മരണം ഉപയോഗപ്രദവും എന്നാൽ തികച്ചും ബുദ്ധിപരവുമാണ്. ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ പോലും അവിടെ എത്താൻ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നാം എല്ലാവരും പോകുന്ന സ്ഥലമാണ് മരണം. ഇന്നുവരെ ആരും അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല. അതങ്ങനെ ആയിരിക്കണം. കാരണം ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം മരണമാണ്. അത് ജീവിതത്തെ തന്നെ മാറ്റുന്നു. ഇത് പഴയത് അവസാനിക്കാനുള്ള വഴി തുറക്കും. ഇപ്പോൾ നിങ്ങളെല്ലാവരും പുതിയവരാണ്. കുറച്ച് നാളുകൾക്കുള്ളിൽ നിങ്ങളെല്ലാവരും വൃദ്ധരായി മാറും. ഇത്രയും നാടകീയത കാണിച്ചതിന് നിങ്ങളോടെല്ലാം എനിക്ക് ഖേദമുണ്ട്. എന്നാൽ ഇതാണ് സത്യം. നിങ്ങളുടെ സമയം തികച്ചും പരിമിതമാണ്. അതിനാൽ മറ്റൊരാളുടെ ജീവിതം പാഴാക്കരുത്. ഉപയോഗശൂന്യമായ ചിന്തകളിലും അകപ്പെടരുത്. മറ്റുള്ളവർക്കനുസരിച്ച് ജീവിതം നയിക്കരുത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങളുടെ ആന്തരിക ശബ്ദം മുക്കരുത്. ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ഹൃദയവും അവബോധവും കേൾക്കാനുള്ള ധൈര്യമുണ്ടായിരിക്കുക. കാരണം നിങ്ങൾ ശരിക്കും എന്തായിരിക്കണം എന്നവർക്കറിയാം. അതിനാൽ ആദ്യം നിങ്ങളുടെ ഹൃദയം ശ്രദ്ധിക്കുക. മറ്റെല്ലാം ദ്വിതീയമാണ്. അവസാനമായി എല്ലാവരോടും ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു: സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ്. ഞാൻ എപ്പോഴും എനിക്കായി ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ബിരുദം നേടും. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ അങ്ങനെ തന്നെ ആശംസിക്കുന്നു. സ്റ്റേ ഹംഗ്രി, സ്റ്റേ പോളിഷ് എന്നാണ്. എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ വിശന്നിരിക്കണം. വിശപ്പെന്നാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യാനുള്ള വിശപ്പ്. ഒരു വിഡ്ഢിയായിരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിയും. നിങ്ങൾക്കിതിനകം എല്ലാം അറിയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും പഠിക്കില്ല. അതിനാൽ പട്ടിണി കിടക്കുക, വിഡ്ഢിയായി തുടരുക. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.